ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. കിടിലൻ ടേസ്റ്റാണ് ഇതിന്. കൊത്തു പൊറോട്ട എന്ന് പറയും, കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ലൊരു തട്ടിക്കൂട്ട് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ തലേ ദിവസത്തെ ഡിന്നർ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ, കുറച്ച് കറികളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാവുന്നത് ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഐറ്റംസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ ഫ്രോസൺ പൊറോട്ട ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. അത് ചൂടാക്കി എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊറോട്ട. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. 2 3 4 എന്താണെങ്കിലും ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. 3 ഒരുമിച്ച് വേണമെങ്കിൽ ചുരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ 4 2 ആയിട്ട് ചുരുട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഏറ്റവും തിന്നാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. നമ്മളിതിലേക്ക് പൊറോട്ട ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ 2 റോളാക്കിയിട്ട് കട്ട് ചെയ്ത ശേഷം പിന്നെ വീണ്ടും അത് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം പൊറോട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി എടുക്കാം. ചപ്പാത്തി എന്തായാലും നമ്മൾ ഡിന്നറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ബാക്കി ഉണ്ടാവും, 2 3 ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. റോൾ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ പൊറോട്ടയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയായാലും ബാക്കി വരും. അങ്ങനെ ബാക്കി വന്നിട്ടുള്ള പൊറോട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തട്ടിക്കൂട്ട് ഈവനിങ് സ്നാക്കാണ്. എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് സംഭവം. അപ്പോൾ ഇതുപോലെ ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറിയൊരു മസാല റെഡിയാക്കുന്നുണ്ട്. മസാല അല്ല, ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു ചെറിയ സവോള, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സവോള വല്ലാണ്ട് വഴണ്ട് വരുമൊന്നും വേണ്ട, ചെറിയൊരു കടിക്കുന്ന പരുവം ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നോട്ടെ. എന്നിട്ട് അതിലോട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം പച്ചമുളക് കടിച്ച് പോയാലും വിചാരിച്ചിട്ട് അത് ചേർക്കുന്നില്ല. പിന്നെ ചെറിയൊരു പീസ് തക്കാളി, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ക്യാരറ്റ്, ഇതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയ ശേഷം നമ്മളിതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അധികം ചേർക്കണ്ട. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ട, 2 പൊറോട്ട അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊറോട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. അപ്പം ഇതുപോലെ തന്നെ സവോള കുറച്ചുകൂടെ ഒന്ന് കൂടുതലെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നിർബന്ധമാണ്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കൽ. ഇനി ഇതുപോലെ ഇതിങ്ങനെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഇതിന് നടുക്കായിട്ട് നമ്മൾ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ടയിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് മുട്ട ചേർക്കുന്നത് ഈ പൊറോട്ട ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ചേർക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് മുട്ട ഒന്നും വേണ്ട, ഒരു മുട്ട മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പലരും പല രീതിയിലായിരിക്കും ഈ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പക്ഷേ മെയിനായിട്ട് ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനി നമ്മളിതിലോട്ട് ഒരു കറി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ ആ കറി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മാക്സിമം നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് കിട്ടണം. ആ മുട്ട നമ്മൾ ചേർത്തൊക്കെ ഇല്ല, എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈനായി കിട്ടണം. അതുപോലെ സ്പാറ്റിലുകൊണ്ട് അതുപോലെ ഇങ്ങനെ കൊത്തി കൊടുക്കുക. അപ്പം എല്ലാം കൂടി നന്നായിട്ട് നമ്മളിതിലോട്ട് പൊറോട്ട ചേർത്തുന്നതന്നെ തോന്നില്ല. നമ്മൾ കഴിക്കുമ്പം നല്ല ടേസ്റ്റുള്ള എന്തോ സംഭവം കഴിക്കുന്നു അങ്ങനെ തോന്നുള്ളൂ. അതുമാതിരി ഇരിക്കണം. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്പാറ്റിലുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക.
അപ്പോൾ അതാണ് സംഭവം. ഇനി ഇതിലോട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് തലേദിവസത്തെ ബാക്കിയുള്ള പറഞ്ഞല്ലോ, തലേദിവസം ബാക്കി ഒരു കുറച്ച് ചിക്കൻ ഗ്രിൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊരു റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള സംഭവമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കിയത് ശരിയാവില്ല കേട്ടോ. ബാക്കിയുള്ള ചിക്കൻ കറി ആണെങ്കിലോ മട്ടൻ കറി ആണെങ്കിലോ ബീഫ് കറി ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഗ്രേവി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മളിതിലോട്ട് എക്സ്ട്രാ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഗ്രേവിയുടെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു കൊത്തു പൊറോട്ടയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്രിൽഡ് ചിക്കൻ്റെ ബാക്കി വന്നിട്ട് കൊണ്ടാണല്ലോ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ചിക്കൻ്റെ പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ പീസസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചിക്കൻ്റെ ആ ഒരു മണമുള്ള ചാറ് അങ്ങനെ വേണമെങ്കിൽ പറയാം, അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ചിക്കൻ പീസസ് ഉണ്ടായെങ്കിൽ ഒരുപാട് ടേസ്റ്റി ആവും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏകദേശം സംഭവങ്ങളൊക്കെ റെഡിയായി. പിന്നെ നമ്മളൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പുതിനയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും കുറച്ച് വലിയ വലിയ പീസസൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും ഇങ്ങനെ കുത്തി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം 2 പൊറോട്ട അല്ലെങ്കിൽ 2 ചപ്പാത്തി അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ ഗ്രേവി, ഞാനിപ്പോൾ കാണിച്ച അത്രയും ചിക്കൻ ഗ്രേവി മാത്രമുള്ളെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾക്ക് വൈകുന്നേരം രാവിലെ കഴിച്ച് തന്നെ വൈകുന്നേരം കഴിക്കുക, അത് മടുപ്പാവും. അല്ലെങ്കിൽ അതന്നെ നമുക്ക് ചിലപ്പം ഒരു 3-4 പേർക്ക് തികയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഡിഷാണ് ഈ കൊത്തു പൊറോട്ട. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി, പൊറോട്ട ഉണ്ടെങ്കിൽ പൊറോട്ട, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഡിഷാണ് ഈ കൊത്തു പൊറോട്ട. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊത്തി വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ ഫ്രൈങ് പാന് കേടുവരാണ്ട് നോക്കുക കേട്ടോ. പാന് കേടുവരാണ്ട് നോക്കുക. മാക്സിമം ഇതുപോലെ വുഡൻ സ്പാറ്റില കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കൊത്തി കൊടുക്കുക കേട്ടോ. ഈ സ്റ്റീലിൻ്റെ സ്പാറ്റിലൊന്നും എടുക്കരുത്. കാരണം അങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മുടെ പാനിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മരത്തിൻ്റെ സ്പാറ്റിൽ തന്നെ എടുക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സവോള കുത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതെല്ലാം കൂടി ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ പൊറോട്ട ഉണ്ടെന്ന് തന്നെ തോന്നില്ല, അല്ലെങ്കിൽ ഇതിൽ എന്താ ചേർത്തിട്ടുള്ളതെന്ന് തോന്നില്ല. ആ ഒരു തരത്തിലുള്ളൊരു ഡിഷാണ്. അപ്പം കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.